Hi everyone, welcome to my channel. ഇന്ന് നമുക്കൊരു ക്രോഷ്യ ട്രീ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രോഷ്യ ട്രീ ആണ്. അതിനായി നമുക്കൊരു ക്രോഷ്യ നീഡിൽ വേണം. ഇത് 3.25 mm നീഡിലാണ്. പിന്നെ ഒരു ത്രെഡ് ആൻഡ് ഒരു കോണും. ഈ കോൺ ഞാൻ തുണി വെച്ചിട്ട് ചെയ്തതാണ്. ആദ്യം നമുക്കൊരു നോട്ട് ഇടാം. അതിനായി ഇതുപോലെ ത്രെഡ് ചുറ്റി അതിലേക്ക് നീഡിലിട്ട് ഈ ത്രെഡ് കോർത്ത് വലിച്ചിറക്കാം. ഇതാണ് നമ്മളുടെ നോട്ട്. ഇനി നമ്മളിതിലേക്ക് ചെയിൻ ചെയ്യണം. അതിനായി നീഡിലേക്ക് ത്രെഡ് കോർത്ത് ആ ലൂപ്പിലൂടെ വലിച്ചിറക്കാം. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഈ ചെയിൻ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ചെയ്യണം. അതായത് നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന കോൺ ഫുൾ ചുറ്റാൻ പാകം നീളത്തിൽ വേണം നമ്മൾ ഈ ചെയിൻ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കോണിലേക്കൊന്ന് ചുറ്റി നോക്കാം. ഞാനിപ്പോൾ ഈ കോൺ ഫുൾ ചുറ്റിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ചുറ്റുമ്പോൾ അതിനിടയിൽ ചെറിയ സ്പേസ് ഇട്ട് ചുറ്റിയാൽ മതി. ഒത്തിരി സ്പേസ് ഇടരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാവത്തില്ല. അപ്പോൾ നമ്മളുടെ കോണിൻ്റെ നീളത്തിൽ തന്നെ ചെയിൻ ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് റോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി ലാസ്റ്റ് ചെയ്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിലോട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിനായി ഇതുപോലെ ത്രെഡ് ഒരു തവണ ചുറ്റാം. എന്നിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മൾ നമ്മുടെ നീഡിലിറക്കി ഈ ത്രെഡ് ഇങ്ങനെ കോർത്ത് വലിച്ചിറക്കാം. ഇപ്പം നമ്മുടെ നീഡിലിൽ 3 ത്രെഡുണ്ട്. അതിൽ ആദ്യത്തെ 2 ത്രെഡിലേക്ക് ഈ ത്രെഡ് ഇങ്ങനെ കോർത്ത് വലിച്ചിറക്കാം. എന്നിട്ട് മിച്ചമുള്ള 2 ത്രെഡിലേക്കും ഇതുപോലെ തന്നെ വീണ്ടും ത്രെഡ് കോർത്ത് വലിച്ചിറക്കാം. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇതുപോലെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ആദ്യം നീഡിലേൽ ഒരു തവണ ത്രെഡ് ചുറ്റി ചെയിനിലേക്ക് നമ്മുടെ നീഡിലിറക്കാം. എന്നിട്ട് ത്രെഡ് കോർത്ത് വലിച്ചെടുക്കാം. വീണ്ടും ത്രെഡ് കോർത്ത് ആദ്യത്തെ 2 ത്രെഡിലൂടെ ഇറക്കിയിട്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇത് തന്നെ നമുക്ക് നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഫുൾ ചെയിനിലും ചെയ്യാം. അതായത് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്യാം. ഞാനത് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് എൻ്റെ ത്രെഡ് തീർന്നു പോയി. അപ്പം ഞാൻ അടുത്തതുമായിട്ട് ജോയിൻ ചെയ്യണം. അതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു നോട്ട് ഇടണം. എന്നിട്ട് നമ്മൾ ഈ ചെയ്ത് നിർത്തിയിടത്തേക്ക് ഇത് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ നീഡിലേക്ക് പുതിയ ത്രെഡ് കോർക്കുക. എന്നിട്ട് ഈ ചെറിയ ലൂപ്പിലൂടെ ഇങ്ങനെ വലിച്ചിറക്കാം. ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്.
ഇനി രണ്ട് ത്രെഡിൻ്റെയും അറ്റം അകത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. ഇതുപോലത്തെ ഒരു 3-4 ഡബിൾ ക്രോഷ്യോളം നമ്മൾ ചെയ്യണം, എന്നാലേ നമ്മളുടെ ത്രെഡ് അതിനകത്തായിട്ടിരിക്കുകയുള്ളൂ. എന്നിട്ട് മിച്ചം വരുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഞാൻ എൻ്റെ ചെയിൻ ഫുൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഇത് റിവേഴ്സ് ചെയ്യാം. എന്നിട്ട് 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5. ഞാനിപ്പോൾ 5 ചെയിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ തുടങ്ങിയിടത്തേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനായി നീഡിൽ ആ ചെയിനിലേക്ക് ഇറക്കി ആ ത്രെഡ് ഇങ്ങനെ കോർത്തെടുക്കാം. എന്നിട്ട് നമ്മളുടെ ആ ചെയ്ത് വന്ന ചെയിനിലേക്ക് വലിച്ചിറക്കാം. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നമുക്ക് അടുത്ത ചെയിനിലേക്കും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്തതായി നമ്മൾ 7 ചെയിൻ ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 5 ചെയിനാണ് ചെയ്തത്. അടുത്തത് നമ്മൾ 7 ചെയിനാണ് ചെയ്യേണ്ടത്. 3 4 5 6 7. ഇപ്പം ഞാൻ 7 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇത് തന്നെ നമുക്കിനി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് അടുത്ത ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് 5 ചെയിൻ ചെയ്യാം. എന്നിട്ട് അവിടേക്ക് തന്നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അത് ജോയിൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ 12 എണ്ണം ചെയ്യണം. അതായത് 5 ചെയിൻ 7 ചെയിൻ എന്നിങ്ങനെയുള്ളത് ആദ്യത്തെ 12 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏഴ് ചെയിൻ ചെയ്യുക. അതിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 5 ചെയിൻ ചെയ്യുക. ഇത് തന്നെ നമുക്കൊരു 12 എണ്ണം ചെയ്യാം. ആദ്യത്തെ 12 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ റൗണ്ട് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യമേ 5 7 5 7 എന്നിങ്ങനെയാണ് ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം 7 ചെയിൻ 9 ചെയിൻ 7 ചെയിൻ എന്നിങ്ങനെയാണ് നമ്മളിനി ചെയ്യേണ്ടത്. അതിനായി നമുക്ക് ഈ ഫുൾ ചെയിനിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 7 ചെയിൻ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അടുത്ത ചെയിനിലേക്കും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 9 ചെയിൻ ചെയ്യാം. ഇത് തന്നെ നമുക്കിത് ഫുൾ റിപ്പീറ്റ് ചെയ്യാം. ക്രോഷ്യ ഫുൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ തുടങ്ങിയ ആ പോർഷനിലെ ആ ത്രെഡ് അകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് കോൺ ആകൃതിയിലാക്കി ചുറ്റാം. ഇനി നമ്മളത് ജോയിൻ ചെയ്തിരിക്കാൻ വേണ്ടി ഒരു സൂചിയും നൂലും വെച്ച് അതൊന്ന് തയ്ച്ചു കൊടുക്കാം.
ഇനി ചെയ്ത് വെച്ചേക്കുന്ന കോണിലേക്ക് നമുക്കിതൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇത് ചുറ്റിക്കൊടുക്കുമ്പോൾ അതിലിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് പിൻ യൂസ് ചെയ്യാം. ഇതുപോലെ പിൻ ചെയ്ത് നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ക്രോഷ്യ ഫുൾ ഈ ഒരു കോണിൽ ചുറ്റിക്കൊടുക്കാം. നമ്മളുടെ ക്രോഷ്യ ട്രീ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്കിതുപോലെ പിൻ ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. സോ നമ്മളുടെ ക്രോഷ്യ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.